ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണെന്ന് മാത്രം ഏറ്റവും അടുത്ത സമയം കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പോർഷൻ. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആ ഭാഗം മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല അർത്ഥം. ആ ഒരു പോർഷനെ ബേസ് ചെയ്ത് വരുന്ന മറ്റു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആ ഒരു ടോപ്പിക്കിനെ ഒന്നും കൂടി വൈഡ് ആക്കി വേണം പഠിക്കുവാൻ. ഓക്കെ, എങ്കിലും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ചാപ്റ്ററുകൾ: 1 സൊല്യൂഷൻ, 2 ഇലക്ട്രോ കെമിസ്ട്രി, 3 കെമിക്കൽ കൈനറ്റിക്സ് ആൻഡ് ഫൈനൽ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കുവാൻ ശ്രമിക്കുക. ഓക്കെ, അതിൽ ആദ്യത്തെ ചാപ്റ്റർ മക്കളെ സൊല്യൂഷൻ ആണ്. സൊല്യൂഷനിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് ഞാനൊന്ന് പറയുന്നു. മൊളാലിറ്റി ആൻഡ് മൊളാരിറ്റി ആ ഭാഗം ക്ലിയർ ചെയ്യണം. ഹെൻറീസ് ലോ ക്ലിയർ ചെയ്യണം. മോൾ ഫ്രാക്ഷൻ ക്ലിയർ ചെയ്യണം. റൗൾസ് ലോ, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് അബ്നോർമൽ മോളാർ മാസ്. ആ ഒരു ടോപ്പിക്കാണ് സൊല്യൂഷൻ ഉള്ളത്. രണ്ടാമത്തെ ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് വന്നാൽ ഫാരഡേസ് ലോ ഉണ്ട്, കണ്ടക്ഷൻ ഉണ്ട്, കൊളറാഷ് ലോ ഉണ്ട്, റിയാക്ഷൻ ഓഫ് കൊറോഷൻ ഉണ്ട്, സെല്ലുകളെ കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കണം, ഇക്വേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ അറിഞ്ഞിരിക്കണം, മെഷർമെന്റ് ഓഫ് ദ കണ്ടക്ടിവിറ്റി ഓഫ് അയോണിക് സൊല്യൂഷൻ അത് അറിഞ്ഞിരിക്കണം. നേരെ കെമിക്കൽ കൈനറ്റിക്സിലേക്ക് വന്നാൽ അറീനിയസ് ഇക്വേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, റേറ്റ് ഓഫ് റിയാക്ഷൻ, ന്യൂമറൽസ് ഓഫ് ഫസ്റ്റ് ഓർഡർ, യൂണിറ്റ് കോൺസ്റ്റന്റ് ഫോർ ഡിഫറെന്റ് ഓർഡർ ആൻഡ് ഗ്രാഫുകൾ. ഓക്കെ, അത്രയുമാണ് കെമിക്കൽ കൈനറ്റിക്സിൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഡി ആൻഡ് എഫ് ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗങ്ങൾ: ലാംത്രൈഡ് കൺട്രാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചിരിക്കണം. പ്രോപ്പർട്ടീസ് ആൻഡ് പ്രിപ്പറേഷൻസ് ഓഫ് KMnO4 and K2Cr2O7 ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് മക്കളെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്ട്രക്ചർ ഓഫ് CrO4 2- അയോണിന്റെയും Cr2O7 2- അയോണിന്റെയും സ്ട്രക്ചർ വരയ്ക്കുവാൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഡി ബ്ലോക്ക് എലമെന്റുകളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 എലമെന്റുകളാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി. കാരണം യഥാർത്ഥത്തിൽ ഡി ബ്ലോക്ക് എലമെന്റ് അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അതിനെക്കുറിച്ചുള്ള പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക. പിന്നെ യൂസസ് ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റുകളുടെയും ഡി ബ്ലോക്ക് എലമെന്റുകളുടെയും ഉപയോഗങ്ങൾ പഠിക്കുക. ഈ 4 ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ളതും വരാൻ സാധ്യതയുമുള്ള വരാൻ പോകുന്ന പബ്ലിക് എക്സാമിനും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പോർഷൻസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്ന ഈ 4 ചാപ്റ്ററിലുള്ള പോർഷൻസ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളത് കൃത്യമായി ഓരോരോ ടോപ്പിക് എടുക്കുക. ആദ്യം നിങ്ങൾ ബുക്കിൽ കുറിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ആ ടോപ്പിക് എടുക്കുക. അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. നന്നായി വർക്ക് ചെയ്യുക, പഠിക്കുക. വളരെ ഭംഗിയോടുകൂടി പഠിച്ചു വെക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല വൃത്തിക്കിരുന്ന് ഈ പോർഷൻസ് പഠിക്കുക. ഓക്കെ, ബൈ.